ഹലോ ഗൈസ്, അപ്പം നമ്മുടെ മൂന്നാമത്തെ ദിവസം ഇന്ന് കഴിഞ്ഞു. ഇന്ന് മൊത്തത്തിൽ ഒരു സുഖമില്ലാത്ത ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ മിലിട്ടറി യാർഡിലായിരുന്നു ഇന്നലെ കടന്നത്. അപ്പം രാവിലെ ഞാൻ എണീക്കാൻ ലേറ്റായിപ്പോയി. അപ്പോൾ 11 മണിക്കായിരുന്നു അപ്പോയിൻമെൻറ്റ്. പിന്നെ ഞാൻ വീഡിയോ ഒന്നും പിടിക്കാൻ വേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ ട്രെയിലർ ഹുക്ക് ചെയ്തിട്ട് അടിച്ചും വിട്ട് വന്നു. അപ്പം അടിച്ചും വിട്ട് വന്നു കഴിഞ്ഞപ്പം ഏകദേശം നമ്മൾ ഒരു 10:30-10:45 ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തി. എന്നിട്ട് നമ്മൾ സാധനം ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് റിട്ടേൺ ലോഡ് എടുക്കാൻ വേണ്ടി അവിടുന്ന് എം ടി ട്രെയിലർ എടുക്കാൻ പറഞ്ഞു നോക്കുമ്പോൾ അവിടെ കിടക്കുന്ന നമ്മുടെ കമ്പനിയുടെ എം ടി ട്രെയിലറിനകത്ത് മൊത്തം വെള്ളം കിടക്കുന്നു. എന്നുവെച്ചാൽ ഇവിടെയാണെങ്കിൽ ഇന്ന് മൊത്തത്തിൽ മഴയാണ്. അപ്പം എല്ലാത്തിൻ്റെ അകത്തും ഇതിലെയൊക്കെ ലേക്കായിട്ട് മൊത്തത്തിൽ വെള്ളം കിടക്കുന്നു. എന്നിട്ടാണെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിച്ചു. കാരണം നമ്മുടെ ട്രെയിലർ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള സ്പേസ്. അപ്പോൾ അവിടുന്ന് ട്രെയിലർ പുറത്തെടുക്കണമെങ്കിൽ മറ്റേ അവിടുത്തെ ഷണ്ടിങ്ങുകാരെയും കൂടെ വിളിക്കണം. അപ്പം മൊത്തത്തിൽ ഭ്രാന്തായിരുന്നു. നമുക്ക് അവിടെ ആണെങ്കിൽ തുറന്ന് നോക്കാനുള്ള സൗകര്യം പോലും ഇല്ല. അങ്ങനെ പിന്നെ അതൊക്കെ ആയി, കുറേ പ്രശ്നമൊക്കെ ആയി. എന്നിട്ട് പിന്നെ അവസാനം ഞാൻ ഉള്ള 3 എണ്ണത്തിൽ ഒരെണ്ണം പിന്നെ ഞാൻ അത്യാവശ്യം ബ്രഷൊക്കെ വെച്ച് തൂത്ത് തേച്ച് വെള്ളമൊക്കെ എടുത്ത് തേച്ച് ട്രെയിലറിൻ്റെ അകത്ത് അങ്ങ് പരത്തി. എന്നിട്ട് പിന്നെ ഒരുവിധം പേപ്പറൊക്കെ വെച്ച് തുടച്ച് അങ്ങ് എടുത്തു. അപ്പം പിന്നെ കമ്പനിയിൽ നിന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ വേറെ വഴിയില്ല, ഉള്ള ട്രെയിലറിൻ്റെ അകത്ത് മൊത്തം വെള്ളമാണ്. അപ്പോൾ പിന്നെ അത് ഓൺലൈനിൽ നല്ല എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ നമുക്ക് റിട്ടേൺ ലോഡ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയിലെ തന്നെ എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം ഒരു നല്ല വലിയ കമ്പനിയാണ്. ക്യുബക്കിലുള്ള മോൺട്രിയലിലുള്ള ഒരു വലിയൊരു കമ്പനിയുണ്ട്, റോബർട്ട്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അവരുടെ വെയർ ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ വെയർ ഹൗസിൽ നിന്നായിരുന്നു നമുക്ക് റിട്ടേൺ ലോഡ് കിട്ടിയത്. അപ്പോൾ അവിടെ പോയി ലോഡ് പിക്ക് ചെയ്തു. എന്നിട്ട് പിന്നെ നമ്മൾ ഇത് മിഷിഗണിലോട്ട് പോകുന്ന ലോഡാണ്. അപ്പോൾ ഞാൻ അത് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ എപ്പോഴും കിടക്കുന്ന പെട്രോൾ പാസിൽ കടന്നു. അപ്പോൾ അവിടെ നിർത്തി എണ്ണയൊക്കെ അടിച്ചിട്ട് നമ്മളിപ്പോൾ പാർക്കിംഗ് കൊണ്ടുപോയി വണ്ടി വെച്ചിട്ട് നിർത്തി. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കണം. അപ്പോൾ ഇന്നാണെങ്കിൽ ഈ മഴ കാരണമാണെങ്കിൽ മൊത്തം അളിഞ്ഞിരിക്കുകയായിരുന്നു. കുറേ മഴയും നനഞ്ഞു. ഇനിയിപ്പോൾ ഒരു ടൈനോൾ വല്ലതും കഴിച്ചിട്ട് വേണം കിടക്കാൻ. ഇനി വല്ല പനി വല്ലതും വരുന്നുണ്ടെങ്കിൽ അതാണ് കുഴപ്പം. ഇന്ന് മഴയും നനഞ്ഞ് കുറേ ഭ്രാന്തായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും തന്നെ പിടിക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഒരുവിധം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ പെട്രോൾ പാസിൽ വന്നെത്തി. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കിടക്കാം. നാളെ രാവിലെ കുളിച്ചിട്ട് നമുക്ക് ഒരു ചായയൊക്കെ മേടിച്ചിട്ട് ഒറ്റപ്പെടൽ. അപ്പോൾ ഇത് തിരിച്ച് വിൻസർ യാർഡിലോട്ടുള്ളതാണെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ അറിയില്ല, നമ്മുടെ 3ാമത്തെ ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് മിലിട്ടറി യാർഡിൽ കൊണ്ടായിട്ടിട്ട് അടുത്ത ലോഡ് എടുത്തുകൊണ്ട് ക്യൂബക്കിലോട്ട് തിരിച്ചു വരാൻ പറയുമോ എന്നറിയില്ല. അതിപ്പോൾ നാളെ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നാളെ പഴയ നോർമലായിട്ട് തന്നെ നമുക്ക് വീഡിയോ ഒക്കെ പിടിച്ച് പയ്യെ അങ്ങ് പോവാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കടന്നുറങ്ങട്ടെ. രാവിലെ 2 മണിക്ക് കണ്ട് എണീറ്റാണ്. 2 മണിക്കല്ലോ, 3 മണിക്കോ 3:30 കണ്ട് എണീറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ കോൺവാളിലുള്ള നമ്മൾ എപ്പോഴും കിടക്കുന്ന പെട്രോൾ പാസിലാണ് വന്ന് കിടന്നത്. അപ്പോൾ ഇന്നലെ ആ മഴയൊക്കെ നനഞ്ഞുകൊണ്ട് നല്ല ക്ഷീണമായിരുന്നു. അപ്പം എനിക്ക് പേടിയുണ്ടായിരുന്നു ഇനിയിപ്പോൾ പനീൻ്റെ ആണോ എന്ന്. പിന്നെ ഒരു ടൈനിനോളൊക്കെ കഴിച്ചിട്ട് നമ്മൾ കടന്നു. അപ്പോൾ രാവിലെ എണീറ്റ് വലിയ പ്രശ്നമില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് അധികം നേരം ഉറങ്ങി. അപ്പം നമ്മളൊരു 5:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത്. 4:30 ആകുമ്പോൾ എണീറ്റ്. നമ്മൾ എണീറ്റപ്പോൾ തന്നെ 5 മണി കഴിഞ്ഞു. പിന്നെ പെട്ടെന്ന് പോയി കുളിച്ചെല്ലാം പെറുക്കി വന്ന് നമ്മളൊരു ചായയൊക്കെ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഡിമോട്ടൻസ് ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് ഒരു ചായയൊക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പം നമ്മൾ നമ്മുടെ ഉന്നക്കായൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതുവരെ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. ഇത് വിൻസർ യാർഡിലോട്ടാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അവരിനി മാറ്റിയിട്ട് ടൊറൻ്റോ യാർഡിലോട്ട് ആക്കുമെന്നും അറിയില്ല. എന്തായാലും നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ രാവിലെ എണീറ്റ് പോയി കുളിച്ച് ഫ്രഷായിട്ട് വന്നു. 2 ദിവസമായിരുന്നു കുളിച്ചിട്ട്. നമ്മളിപ്പോൾ ഇതേപോലെ കിടക്കുന്ന സമയത്ത് കുളിക്കാൻ പറ്റുള്ളൂ, അതാണ് പ്രശ്നം. അപ്പോൾ രാവിലെ ഓൾമോസ്റ്റ് വണ്ടികളെല്ലാം ഇങ്ങനെ പോയി തുടങ്ങി. നമ്മുടെ പെട്രോൾ പാസിൽ നമ്മൾ ഇന്നലെ എണ്ണ അടിച്ച് വെച്ചുകൊണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ കുറേയൊക്കെ സ്പോട്ടുകൾ കാലിയാണ്. പുറകിലും അതേപോലെ തന്നെ സ്പോട്ടുകൾ കാലിയുണ്ട്. അപ്പോൾ നമുക്കിവിടുന്ന് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം.
ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്നത്തെ കുറേ ഓട്ടോ എല്ലാം കഴിഞ്ഞ് നിങ്ങൾ നേരത്തെ കണ്ട പോലെ ആ ട്രാഫിക് എല്ലാം കഴിഞ്ഞ് ഏകദേശം നമ്മൾ വുഡ് സ്റ്റോക്കിലുള്ള ഓൺ റൂട്ടിലെത്തി. അപ്പം അപ്പുറത്തെ സൈഡിൽ എന്ന് വെച്ചാൽ ടൊറൻറ്റോ ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ ഉള്ള ആ ഓൺ റൂട്ടിന് നമ്മൾ വുഡ് സ്റ്റോക്ക് ഓൺ റൂട്ട് എന്നാണ് പറയുന്നത്. തിരിച്ച് നമ്മുടെ വിൻസറിലോട്ട് പോകുമ്പോൾ വരുന്ന ആ സൈഡിലുള്ളത് ഇംഗർസെൽ ഓൺ റൂട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇംഗർസെൽ ഓൺ റൂട്ടിലാണ് നിർത്തിയത്. അപ്പോൾ നമ്മൾ പോയി ഒരു ചായയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ രാവിലെ അവിടെ നിന്നൊരു ചായ മേടിച്ചുകൊണ്ട് വന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അധികം ഒന്നും ഇതും ചെയ്തില്ല. ഇപ്പോൾ ഒരു ചായയും കൂടെ മേടിച്ചു. പിന്നെ നമ്മൾ ഒരു വെറൈറ്റിക്ക് നമ്മൾ ടിംബിറ്റ്സ് മേടിച്ചു. ഈ ടിംബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ തേൻമുട്ടായി കിട്ടില്ലേ, അതേപോലെ ഉള്ള അതിൻ്റെ കുറച്ച് വലിപ്പമുള്ള സാധനമാണ്. അതപ്പം പല ഫ്ലേവറിൽ കിട്ടും. മധുരമുള്ള, മധുരം ഇല്ലാത്ത, ചോക്ലേറ്റ്, അങ്ങനെ പല സാധനം കിട്ടും. അപ്പം ഇതാണ് ടിംബിറ്റ്സ്. ഇതിപ്പോൾ നമുക്ക് എത്ര എണ്ണത്തിൻ്റെ പാക്കറ്റ് വേണമെങ്കിലും കിട്ടും. 10 എണ്ണത്തിൻ്റെ വേണമെങ്കിൽ 10 എണ്ണം, അല്ലെങ്കിൽ ഒരു ഫ്ലേവർ വേണമെങ്കിൽ അങ്ങനെ 20 എണ്ണത്തിൻ്റെ 20 എണ്ണം, മിക്സഡ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ 30 എണ്ണത്തിന് 30 എണ്ണം, അങ്ങനെ പല കൗണ്ടിൽ നമുക്ക് കിട്ടും. വലിയ റേറ്റും ഇല്ല, $2 കണ്ട് 10 എണ്ണം കണ്ട് കിട്ടും. അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കാനൊക്കെ ആയിട്ട് മേടിച്ചാൽ, അപ്പോൾ നമുക്ക് ജസ്റ്റ് കുറച്ച് അങ്ങ് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെയാണ്. എന്നിട്ട് ഞാൻ ഇവിടെ നിർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ നല്ല പുറകിൽ അത്യാവശ്യം കുറച്ച് സീനറി പോലെ നല്ല പാടവും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ട്രക്കൊക്കെ പാർക്ക് ചെയ്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇവിടെ ഒന്ന് ഡ്രോൺ ഷോട്ട് എടുക്കണമെന്ന് ഞാൻ പണ്ടേ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നാണെങ്കിൽ സമയമുണ്ട്, എന്നാൽ പിന്നെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡ്രോൺ ഇവിടെ എല്ലാം റെഡിയാക്കി പറത്താൻ വേണ്ടി നോക്കുമ്പോഴാണ് നമ്മുടെ ഡ്രോണിൻ്റെ കൺട്രോളറിൽ നമുക്ക് മെസ്സേജ് വരുന്നത് ഇത് സേഫ് അല്ല, ഇത് മറ്റേ എയർ സ്പേസ് കൺട്രോൾ സോണാണെന്ന്. പക്ഷേ നമ്മുടെ ആപ്പിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആക്ച്വലി സോണാണ്, പക്ഷേ ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് നിന്ന് തുടങ്ങുന്നുള്ളൂ. നമ്മൾ നിൽക്കുന്നിടം സോണൊന്നുമല്ല. പിന്നെ അതിൻ്റെ DJയുടെ തന്നെ കൺട്രോളറിൽ കാണിക്കുന്നത് ഇത് സോണാണെന്നാണ്. പിന്നെ ഞാൻ അധികം ഒന്ന് പറത്തി അതൊന്ന് പൊങ്ങിയായിരുന്നു. അപ്പോഴാണ് പിന്നെ ആ മെസ്സേജ് വന്നത്. പിന്നെ ഞാൻ അതേപോലെ തന്നെ താത്തി പിന്നെ ഞാൻ മടക്കി വെച്ചു. പിന്നെ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം ഇതിലൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ വലിയ ഫൈനായിരിക്കും. പിന്നെ നമ്മൾ പറത്തില്ല, ജസ്റ്റ് ഒന്ന് ടേക്ക് ഓഫ് ചെയ്തു, അപ്പോൾ തന്നെ താത്തി. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് പോകാം. ആക്ച്വലി വേണമെങ്കിൽ ക്യാമറയിലൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ലൊക്കേഷനായിരുന്നു. ഇവിടുന്ന് നമുക്ക് പുറകോട്ട് കുറച്ച് വഴികളും പിന്നെ നല്ല പാടവും പിന്നെ നമ്മളിവിടെ ട്രക്കൊക്കെ നിർത്തിയിട്ടൊക്കെ കാണാൻ നമ്മൾ ഡ്രോൺ ഷോട്ടിൽ എടുത്തിരുന്നെങ്കിൽ നല്ല ഭംഗിയായേനെ. അതിലൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പം അതാണ് എന്തായാലും എടുക്കാൻ പറ്റില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എന്തായാലും കുഴപ്പമില്ല. എന്തായാലും നമുക്കിനി ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു 2-2.5 മണിക്കൂറും കൂടെ ഡ്രൈവുണ്ട്. എന്താ വൈകുന്നേരം ആകുമ്പോഴത്ര അവിടെ ചെല്ലും. ഇനിയിപ്പോൾ നാളെ ഓട്ടോ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ വേണം നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സെറ്റാക്കാൻ. എനിക്കാണെങ്കിൽ ഒന്ന് മുടി വെട്ടിക്കാനൊക്കെ ഒന്ന് അപ്പോയിൻമെൻറ്റ് എടുക്കണം. നാളെ ഇല്ലെന്നൊന്ന് ഉറപ്പ് പറയായിരുന്നെങ്കിൽ നമുക്ക് നാളത്തേന് അപ്പോയിൻമെൻറ്റ് എടുക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും നമ്മൾ ചായയൊക്കെ കുടിച്ച് പയ്യെ അങ്ങ് പാട്ടും പാടി അങ്ങ് പോവാം.
ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ നേരത്തെ കണ്ട പോലെ നമ്മൾ ഓൾമോസ്റ്റ് ഓടി യാർഡിലെത്തി ട്രെയിലർ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓഫീസിൽ കൊണ്ടുപോയി പേപ്പറൊക്കെ കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഇതുവരെ ഒന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ല, അപ്പോൾ മിക്കവാറും സൺഡേ ആയിരിക്കും സ്റ്റാർട്ട്, നാളത്തെ ഇനിയിപ്പോൾ വൺ ഡേ ട്രിപ്പൊന്നും ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സെക്കൻഡ് ഷിഫ്റ്റിൽ യൂഷ്വലി പ്ലാനേഴ്സ് എല്ലാം യൂഷ്വലി മോർണിംഗ് ഷിഫ്റ്റാണ് വരുന്നത്. സെക്കൻഡ് ഷിഫ്റ്റിൽ ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഓക്കെ, എന്നാൽ പിന്നെ ഇനിയിപ്പോൾ എന്തായാലും അവർക്ക് ഞായറാഴ്ചത്തേന് ആൾ വേണമെന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ യൂഷ്വലി ഞാൻ സൺഡേ തുടങ്ങുന്നതുകൊണ്ട് അവരെന്നെ സൺഡേയിലോട്ട് ഇടുമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിൽ പോകാൻ വേണ്ടി നേരെ വണ്ടി കൊണ്ടുവന്നിട്ട് എൻ്റെ കാർ എടുക്കാൻ വേണ്ടി ഞാൻ പോയ സമയത്ത് എൻ്റെ കാറ് സ്റ്റാർട്ടാവുന്നില്ല. ഞാൻ വിചാരിച്ച സാധനം ക്ലസ്റ്ററിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓണാവുന്നുണ്ട്, പക്ഷേ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന ജമ്പർ വെച്ച് നോക്കി, അപ്പം അത് എന്നിട്ട് സ്റ്റാർട്ടാവുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു. അപ്പം അവൻ്റെ വണ്ടിയും കൊണ്ട് വന്നിട്ട് അവൻ്റെ വണ്ടിയിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് എൻ്റെ ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്ത് സ്റ്റാർട്ടാക്കി നോക്കി, എന്നിട്ടും സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഇനിയിപ്പം സ്റ്റാർട്ടർ വർക്കാവാനുള്ള പവർ ബാറ്ററിക്ക് ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് നോക്കിയിട്ടും സ്റ്റാർട്ടാവുന്നില്ല. പണി കിട്ടി. എനിക്ക് തോന്നുന്നത് മിക്കവാറും എൻ്റെ സ്റ്റാർട്ടർ പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ആഴ്ച കൊണ്ടാണെങ്കിൽ ഒരു ടയർ മാറ്റിയതേ ഉള്ളൂ, വിൻഡർ ടയർ 2 മാറ്റിയിട്ടതേ ഉള്ളൂ. അയ്യോ, ഇനിയിപ്പോൾ അടുത്ത പൈസ അതിന് ചിലവാക്കണം. അപ്പം അങ്ങനെ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കമ്പനിയിൽ നിന്ന് കോൾ വരുന്നു. നീ കുറേ ദൂരം പോയോ? ഞാൻ പറഞ്ഞു ഇല്ല, എന്താ കാര്യം എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നിനക്കൊരു ട്രിപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്, നാളെ രാവിലെ 7 മണിക്ക് ഡെലിവറി ചെയ്യണം. നാളെ രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടുന്ന് 3 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്, 10 മണിയാകുമ്പോൾ ഡെലിവറി ചെയ്യുന്നത്. ഞാൻ ചോദിച്ചു എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ നോക്കിയപ്പം നമ്മുടെ ലണ്ടൻ്റെ അടുത്താണ് വരുന്നത്. കമ്പനിയിൽ നിന്ന് 3 മണിക്കൂർ ഉണ്ടെന്നാണ് പറഞ്ഞു, പക്ഷേ 2.25 മണിക്കൂറാണ് ഞാൻ കണ്ടുള്ളൂ. പക്ഷേ ട്രക്കിൻ്റെ വഴി ചിലപ്പോൾ 3 മണിക്കൂർ വേണ്ട വരുമായിരിക്കും. അപ്പോൾ പിന്നെ അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി ശരിയാവുന്നില്ല. അപ്പോഴത്തേനും 5 മണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് എൻ്റെ വണ്ടി കാണിക്കുന്ന വർക്ക്ഷോപ്പൊക്കെ ഓൾറെഡി അടച്ചും പോയി. പിന്നെ ഇനിയിപ്പം വീട്ടിൽ പോകണമെങ്കിൽ അവൻ്റെ കൂടെ പോകുമായിരുന്നു. പിന്നെ രാവിലെ അവൻ എന്നെ കൊണ്ടുപോയി വിടണം, അങ്ങനെയൊക്കെ ഓരോരോ വള്ളിയാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ ട്രിപ്പ് എടുത്ത് ഇന്ന് തന്നെ പോയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഞാൻ അവരോട് പറഞ്ഞു ട്രിപ്പ് ലോഡ് ഇവിടെ ഓൾറെഡി ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സാധനം ഓൾറെഡി ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു, ട്രെയിലർ. അപ്പം തന്നെ ഞാൻ അവനോട് പറഞ്ഞു ഞാൻ നാളത്തേന് വണ്ടി സെറ്റാക്കാൻ പറഞ്ഞിട്ട് ഞാൻ അവനെ വിട്ടു. എന്നിട്ട് ഞാൻ നേരെ കമ്പനിയിൽ പോയി പേപ്പർ വർക്കൊക്കെ മേടിച്ച് ട്രെയിലർ ഹുക്ക് ചെയ്ത് നേരെ അവിടെ നിന്ന് അടിച്ചു വിട്ടു. നമ്മൾ ലണ്ടനിൽ ഫ്ലൈൻ ചെയ്ത് വന്ന് കിടന്നു. പിന്നെ ഇപ്പോൾ വണ്ടിയുടെ കാര്യം നാളെ രാവിലെ 8 മണിയാകുമ്പോൾ വർക്ക്ഷോപ്പ് തുറന്നു കഴിയുമ്പോൾ അവരെ വിളിക്കണം. എന്നിട്ട് അവർക്കറിയാവുന്ന വല്ല ടോയിങ്ങിൻ്റെ ആൾക്കാരുണ്ടെങ്കിൽ അവരുമായിട്ട് സെറ്റായിട്ട് നമ്മൾ അവർക്കറിയാവുന്ന വല്ല ടോയിങ്ങിൻ്റെ ആളുണ്ടെങ്കിൽ അപ്പം പുള്ളിക്കാരനെ കൊണ്ട് അയാളെ സെറ്റാക്കിയിട്ട് പോയിട്ട് ടോ ചെയ്തുകൊണ്ട് വേണം നമ്മൾ വണ്ടി കൊണ്ടുവരാൻ. ഇല്ലെങ്കിൽ നമുക്കറിയാം ഏതെങ്കിലും ഒരു ടോയിങ്ങിനെ വിളിച്ചിട്ട് കൊണ്ടായി ടോ ചെയ്തുകൊണ്ട് വന്ന വർക്ക്ഷോപ്പിൽ ഇട്ട് അവരതിൻ്റെ സ്റ്റാർട്ടർ മാറ്റേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ ഇനി ഫണ്ട് ചിലവാകും. എന്തൊക്കെയാണെന്ന് ഒരു കാര്യം നടക്കുന്നില്ല. ഒന്ന് കഴിയുമ്പോൾ അടുത്തത് മുന്നോട്ട് ഓരോരോ പൈസ ചിലവാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ അപ്പോൾ നമ്മുടെ വീട്ടിലെ നമ്മുടെ റൂംമേറ്റ്സിനോട് പറഞ്ഞിട്ടുണ്ട് നാളെ അതൊന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലെ എണീറ്റിട്ട് ഒന്ന് വർക്ക്ഷോപ്പിലോട്ട് ആ പുള്ളിക്കാരനെ ഒന്ന് വിളിക്കുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ നമുക്ക് സമയം ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഓടി ലണ്ടൻ ഫ്ലൈൻ ചെയ്തിലെത്തി. അവിടെ നമ്മൾ വന്നപ്പോഴൊന്നും അത്യാവശ്യം നല്ല പാർക്കിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ പാർക്കിങ്ങിലിട്ടു. പിന്നെ നമ്മുടെ ഫുഡ് ഓൾമോസ്റ്റ് കഴിഞ്ഞായിരുന്നു. ഞാൻ ഇന്നും കൊണ്ട് തീരുമല്ലോ എന്ന് വിചാരിച്ച് ഇന്നലെ കൊണ്ട് ഞാൻ ഫുഡ് തീർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 4 ദിവസത്തേനുള്ള നമ്മൾ കരുതാറുള്ളൂ കയ്യിൽ. അപ്പോൾ അത് തീർന്നു. അപ്പോൾ പിന്നെ ഞാനിവിടെ വന്നിട്ട് പിന്നെ നമ്മുടെ മസാല പാപ്പട് എന്ന് പറഞ്ഞാൽ ലണ്ടനിലുള്ള കടയിൽ നിന്ന് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഒരു തലശ്ശേരി ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പോൾ അതിപ്പോൾ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്തതേ ഉള്ളൂ. അപ്പം അത് ഇനി കഴിക്കണം. എന്നിട്ട് നമുക്ക് കടന്നുറങ്ങാൻ നല്ല സമയമുണ്ട്. നാളെ രാവിലെ ഒരു 50 മിനിറ്റാണ് കാണിക്കുന്നത്. എന്നാലും നമ്മൾ 10 മണി അപ്പോയിൻമെൻറ്റ് പറഞ്ഞുകൊണ്ട് ഒരു 2 മണിക്കൂർ മുമ്പേ പോയേക്കാം. കാരണം കുറച്ച് ഉള്ളിൽ കൂടെയുള്ള വഴിയാണ്. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് എക്സ്ട്രാ സമയം എടുത്ത് വേണം പോകാൻ വേണ്ടി. അപ്പോൾ നമ്മളൊരു 8 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന കണക്കിൽ നമുക്ക് റെഡിയായിട്ട് പോകാം. എന്നാലും സമയമുണ്ട്, നമുക്ക് ഒരു 12 മണിക്കൂർ നമുക്ക് ഇവിടെ ഓഫ് എടുക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ കിട്ടി. അപ്പോൾ നമുക്ക് അത് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കടന്നുറങ്ങാം. അപ്പോൾ ഇന്നത്തേന് ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് നാളെ രാവിലെ സംസാരിക്കാം. ഗുഡ് നൈറ്റ്.
അപ്പം നമ്മൾ രാവിലെ എണീറ്റ് കുളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ ലണ്ടനിലുള്ള ഫ്ലൈഞ്ചയുടെ ഷവറിൽ. അപ്പം നമുക്ക് ഓൾറെഡി ഷവർ ക്രെഡിറ്റ് ഒക്കെ ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കുളിക്കാൻ പറ്റും ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ പകുതി ഷവേഴ്സ് ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല നല്ല ഷവറാണ്. അപ്പം ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഫ്ലൈഞ്ചയുടെ ഷവറും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം നല്ല സൗകര്യവും കാര്യമുണ്ട്, എല്ലാം നീറ്റുമാണ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ ലണ്ടനിലുള്ള ഫ്ലൈഞ്ചയിലാണ് കടന്നത്. അപ്പം നമ്മൾ അത്യാവശ്യം സമയം ഉണ്ടായിരുന്നു. അപ്പം ഇന്നലെ നല്ല തലശ്ശേരി ബിരിയാണിയൊക്കെ കഴിച്ച് രാത്രി കുറച്ച് നേരം ഫോണിലൊക്കെ കുത്തിയിരുന്ന് നമ്മൾ കടന്നുറങ്ങി. രാവിലെ ഒരു 7 മണിയായപ്പോഴത്തേക്ക് എണീറ്റ് പോയി കുളിച്ച് ഫ്രഷായിട്ട് വന്നു. ഒരു 8 മണിയായപ്പോഴത്തേനും ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ ഒരു 8:15 നമുക്ക് 10 മണിക്കാണ് ഡെലിവറി. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറുണ്ട്. എന്നാലും നമ്മൾ കുറച്ച് നേരത്തെ പോവാണ്. ഇനി എല്ലാം പോക്കറ്റ് റോഡാണ് വരുന്നത്. അപ്പോൾ പിന്നെ അധികം എവിടെയും ലേറ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നും കൊണ്ട് നമ്മുടെ പരിപാടി തീർന്നു കഴിഞ്ഞാൽ എല്ലാം സെറ്റാവും. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കാര്യത്തിലും അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് തീരുമാനമാക്കണം. നമ്മുടെ റൂംമേറ്റ്സിനോട് വന്നിട്ട് അത് ടോ ചെയ്ത് കൊണ്ടായി വർക്ക്ഷോപ്പിൽ കൊണ്ടായി അത് റിപ്പയർ ചെയ്യിക്കണം. അപ്പോൾ കുറച്ച് പണികളുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ പോയി അപ്പോൾ അങ്ങനെ കുറച്ച് പണികൾ ബാക്കിയാണ്, അതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പം ഇതാണ് നമ്മുടെ ഫ്ലൈഞ്ച. ഇത് നിങ്ങൾ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ലണ്ടനിലെ ഫ്ലൈഞ്ച അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പോൾ പാർക്കിംഗ് ഒക്കെ കാര്യമാണ്. എല്ലാം അല്ല, കുറേ എല്ലാം പോയി. ലേറ്റായിട്ട് വന്നവർ മാത്രം കിടപ്പുണ്ട്. ബാക്കി നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കളികൾ ബാക്കിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വിടാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലെത്തി. ഇതാണ് ഡെലിവറി ലൊക്കേഷൻ. പുറകോട്ടുണ്ട് ഇതെന്തോ ഒരു ഫാമോ അങ്ങനെ എന്തോ സംഭവമാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി പോയി ചെക്ക് ഇൻ ചെയ്യാം. ഏകദേശം 10 മണിക്കാണ് അപ്പോയിൻമെൻറ്റ്. നമ്മൾ 9:10 എത്തി. അപ്പോൾ പേപ്പർ കൊണ്ട് പോയി നോക്കാം അകത്ത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കമ്പനിയിൽ നിന്ന് വിളിച്ച് കഴിക്കുന്നു സൺഡേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞ് പറ്റിയാതെന്ന് പറഞ്ഞു. നമുക്ക് വണ്ടി ഫിക്സ് ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ആദ്യം കൊണ്ടുപോയി പേപ്പർ കൊടുത്ത് ചെക്ക് ഇൻ ചെയ്യാം. അല്ല, അതിന് മുമ്പ് നമുക്ക് വർക്ക്ഷോപ്പിലോട്ടൊന്ന് വിളിച്ചിട്ട് നമ്മുടെ വണ്ടിയുടെ കാര്യം സെറ്റാക്കാം. സമയമുണ്ട് എന്തായാലും. ഞാൻ ആ കാര്യം ഒന്ന് ചെയ്യട്ടെ. മിക്കവാറും ഈ ഡോക്കായിരിക്കും വരുന്നത്. വലിയ കുഴപ്പമില്ല. നമുക്ക് നേരെ അങ്ങോട്ട് വളച്ചിട്ട് നേരെ മുമ്പോട്ട് പോയിട്ട് നേരെ അങ്ങ് ബാക്ക് വന്നാൽ മതി. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് നോക്കട്ടെ. അതിന് മുമ്പ് ആദ്യം ഒന്ന് വർക്ക്ഷോപ്പിൽ വിളിച്ചിട്ട് ഞാൻ കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി റിപ്പയർ ചെയ്യുന്ന വർക്ക്ഷോപ്പിലോട്ട് വിളിച്ചു. അപ്പോൾ അവർക്ക് തന്നെ പരിചയമുള്ള ടൈപ്പുള്ള ഒരു ടോ വണ്ടിയുണ്ട്. അപ്പോൾ അവരത് വിട്ട് അവിടെ നിന്ന് പിക്ക് ചെയ്തോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവനും അങ്ങോട്ട് പൊക്കോളും. അപ്പോൾ അവൻ കീ വെച്ച് ഓപ്പൺ ആക്കി എല്ലാം അവർ ഹെൽപ്പ് ചെയ്തോളും.
അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി ചെക്കിൻ ചെയ്തു. ചെക്കിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മുമ്പേ ഒരു ട്രക്ക് അവിടെ ഉണ്ടായിരുന്നു. അല്ല, നമുക്ക് മുമ്പേ ഉള്ളത് അവിടെ അൺലോഡ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരു ട്രക്ക് വന്നായിരുന്നു. അപ്പം നമ്മളോട് രണ്ടുപേരോടും കൂടെ അവരുടെ ഒരു ഫാമിലോട്ട് പോകാൻ പറഞ്ഞു. ആ ഫാമിലാണ് അൺലോഡ് ചെയ്യുന്നതെന്ന്. അപ്പം നമ്മൾ ആ ഫാമിലോട്ട് വന്നിരിക്കുകയാണ്. അത്യാവശ്യം നല്ല സ്ഥലമാണ് ഇതൊക്കെ. ഒരു ആപ്പിൾ തോട്ടാണ്. അപ്പോൾ അവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ദൂരമുണ്ട്. നമ്മൾ അങ്ങനെ നമ്മളെ എസ്കോർട്ട് ചെയ്തിട്ട് നമ്മുടെ 2 ട്രക്കുകളും കൂടെ, നമ്മുടെ അല്ല വേറൊരു ട്രക്കും നമ്മുടെ ട്രക്കും കൂടെ ഇങ്ങോട്ട് അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. കുറെ ഉള്ളിലോട്ട് വരണം. അപ്പോൾ നമുക്ക് വരുന്ന വഴിക്ക് കുറെ ആപ്പിൾ തോട്ടവും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടായിരുന്നു. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ പോയ സ്ഥലത്തുനിന്ന് കുറച്ച് ഇപ്പുറത്തെ ഇവരുടെ ഒരു ഫാമിൽ വന്നു. അവിടെയാണ് നമ്മൾ അൺലോഡ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതേപോലത്തെ ബിന്നാണെന്ന് തോന്നുന്നു നമ്മുടെ വണ്ടിയിൽ. ഞാൻ ഇതുവരെ ഓപ്പൺ ആക്കിയില്ല. അപ്പം ഇതാണ് ഫാം അവരുടെ. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. അപ്പം ഇത് ആപ്പിൾ തോട്ടമാണ് വരുന്നത്. അപ്പം ഇവിടെ കുറച്ച് ആപ്പിൾ തോട്ടമൊക്കെ ഉണ്ട്. ആപ്പിളൊക്കെ കായ്ച്ചിരിക്കുന്നുണ്ട്. 6 വർഷമായിട്ട് കാനഡ വന്നിട്ട് ഞാൻ ഇതുവരെ ആപ്പിൾ തോട്ടത്തിൽ ആപ്പിൾ പിക്കിങ്ങിനൊന്നും പോയിട്ടില്ല. അപ്പം ഞാനിങ്ങനെ പുള്ളിക്കാരനോട് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അകത്ത് കയറുന്നതിന് പെർമിഷൻ തന്നു. അപ്പോൾ പിന്നെ നമുക്കൊന്ന് ആപ്പിൾ തോട്ടത്തിൻ്റെ അകത്തൂടെ ഒന്ന് കയറി നോക്കാം. അപ്പം ഇതാണ് ആപ്പിൾ തോട്ടം. ആപ്പിളുകളെല്ലാം വിളഞ്ഞു നിൽക്കുന്നു. വേണ്ട, പറിച്ചു കഴിഞ്ഞാൽ അവർ തെറ്റായി വിചാരിക്കും. നമുക്ക് അകത്ത് കയറാൻ പെർമിഷൻ തന്നല്ലേ. ആപ്പിളൊക്കെ വീണ് കിടപ്പുണ്ട്. കുറേ പഴയതും അതും ഇതൊക്കെ ആയിട്ട്. നല്ല ഫ്രഷ് ആപ്പിൾ, കുറച്ചിപ്പം തന്നെ കഴിക്കാൻ തോന്നും. എത്ര ഒരു മരത്തെ തന്നെ എത്ര ആപ്പിളാന്ന് നോക്കി താഴോട്ട് മുകള് വരെ. ഇതങ്ങ് നീണ്ടു കിടക്കുകയാണ്. അങ്ങ് അറ്റം വരെ ഉണ്ട്. അപ്പം ഇതേപോലെ ഓരോരോ റോ വരുന്നുണ്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട്. കുറേ റോ ഉണ്ട്. അത്യാവശ്യം ഞങ്ങൾ വരുന്ന വഴിക്ക് മൊത്തം ഇയാളുടെ ലൈക്ക് പ്രോപ്പർട്ടി തന്നെയാണ്. ഇങ്ങനെ ആപ്പിൾ തോട്ടം അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വരുന്ന വഴിക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചായിരുന്നു, അങ്ങനെ കുറേ പേരെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ കൂടുതലായിട്ട് കാണുന്നത് ഈ ജൂയിഷായിട്ട്, നമ്മുടെ ജൂതന്മാരെന്ന് പറയില്ലേ, ജൂയിഷായിട്ടുള്ള ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വന്ന പുള്ളിക്കാരനോ ഇതിൻ്റെ ഓണറോ അത് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പം അവരാണ് ഈ ഒരു ഏരിയയിലൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് ഫാമും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യുന്നത്. അപ്പോൾ അവർ ഈ മെയിനായിട്ടുള്ള സിറ്റി ഭാഗത്തല്ല മിക്കവാറും താമസിക്കുന്നത് കൺട്രി സൈഡിലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല പൈസയുള്ള ടീമാണ് ഇവരെല്ലാവരും. നല്ല നല്ല ആപ്പിൾ അവർ പറിച്ച് കഴിച്ചാലോ? വേണ്ട, അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ നാണക്കേടാ. പുള്ളിക്കാരൻ ചോദിച്ചപ്പോഴേ പെർമിഷൻ തന്നാൽ കയറി എടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ പോയിട്ട് ഇപ്പോഴേ പറിച്ചു തന്നു കഴിഞ്ഞാൽ അവർ തെറ്റായി വിചാരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, അങ്ങ് അപ്പുറത്തെല്ലാം ഫാമുണ്ട്. പിന്നെ ഇവിടെ എല്ലാം ഇങ്ങനെ ഓരോരോ ലൈനായിട്ട് ഇങ്ങനെ നമ്പർ ഇട്ട് വെച്ചിരിക്കുകയാണ്. 131, 130 അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് ഏത് ടൈപ്പ് സാധനമാണ്. ഇവിടെ ആപ്പിളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗാല ആപ്പിളാണിത്. അതിവിടെ കാനഡയിൽ കാണുന്ന ടൈപ്പ് ഒരു ആപ്പിളാണ് ഈ ഗാല എന്ന് പറയുമ്പോൾ. നമ്മൾ ഈ ഫ്രഷ് കോയിലൊക്കെ നമ്മൾ ഗ്രോസറി മേടിക്കാൻ പോകുമ്പം അവിടെ ഇങ്ങനെ ആപ്പിള് കാണാം. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഗാല ആപ്പിൾ എന്ന് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല ഇതുണ്ട് കേട്ടോ, നല്ല കുറേ ഏരിയ ഉണ്ട്. അപ്പുറത്ത് നമ്മൾ വരുന്ന വഴിക്ക് മൊത്തം റൈറ്റ് സൈഡിൽ ഇങ്ങനെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, അവിടെ ഇങ്ങനെ കുറേ ആപ്പിൾ തോട്ടം ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ആ ആപ്പിൾ സ്റ്റോർ ചെയ്യാനുള്ള എംടി ബിന്നുമായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇതാണ് ആ എംടി ബിന്ന്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും നമുക്ക് മുമ്പേ
ഒരു ട്രക്ക് അൺലോഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. നമ്മുടെ ഇനി അടുത്ത ഇവിടെ അൺലോഡ് ചെയ്യണം. നമ്മളിവിടെ ട്രക്ക് ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ അടുത്ത കാര്യങ്ങൾ. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ 2 മണിക്കൂറത്തെ നീണ്ട വെയിറ്റിങ്ങിന് ശേഷം നമ്മൾ ഡെലിവറി ചെയ്തു. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഡ്രോൺ പറത്താൻ വേണ്ടി നോക്കി. പക്ഷേ ഇതിൻ്റെ അടുത്ത് എവിടെയോ ലോക്കൽ എയർ സ്പേസ് ഉണ്ട്. അപ്പോൾ അതിവിടെ പറത്താൻ ഓതറൈസ് അല്ലെന്ന് ഇന്നലെയും പോയപ്പോൾ അതേപോലെ തന്നെ പറത്താൻ പറ്റുന്നില്ല, ഇവിടെയും പറ്റുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ആപ്പിൾ തോട്ടത്തിൻ്റെ ഒരു നടുക്കാണുള്ളത്. ഇതെല്ലാം ഇങ്ങനെ വളർന്നു വരുന്ന ആപ്പിളാണ്. അത് അത്യാവശ്യം വളർച്ച ആയ ആപ്പിളൊക്കെയാണ്. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് യൂട്ടേൺ എടുത്ത് പോകണം. ഇപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്കൊരു പിക്കപ്പ് കിട്ടിയിരിക്കുന്ന ബ്രാൻഡ്ഫോർഡിൽ നിന്നാണ്. അവിടുന്ന് ഒരു ലോഡ് എടുത്ത് നമ്മൾ മിൽട്ടൺ യാർഡിൽ കൊണ്ടുപോയിടണം. നമുക്ക് ഭ്രാന്താണ്. ഞാൻ തിരിച്ച് വിചാരിച്ചു വിൻസറിലോട്ട് കിട്ടും, അതാകുമ്പോൾ പിന്നെ ആ ടൊറൻ്റോ ഭാഗത്തേക്ക് പോകേണ്ട ആവശ്യമില്ലെന്ന്. പക്ഷേ പണിയാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഓടി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാം പോക്കറ്റ് റോഡായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് വഴി കൂടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയതല്ല, നമ്മൾ ഇതിലൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് ചെറിയ സിറ്റി കൂടെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചില സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേനും അവിടെ റോഡ് പണി അടയ്ക്കും. അപ്പം ഗൂഗിൾ മാപ്പ് അതിൻ്റെ അപ്പുറത്തെ എക്സിറ്റ് എടുത്ത് പോകാൻ പറയും. പക്ഷേ നമുക്ക് അതിൽ ട്രക്ക് എടുത്ത് പോകാൻ പറ്റിയില്ല. അപ്പോൾ ട്രക്ക് മാപ്പ് പിന്നെയും കറക്കി തിരിച്ചെല്ലാം കൊണ്ടായി ഏകദേശം 1:30 ആകുമ്പോൾ എത്തേണ്ട. നമ്മൾ ഇവിടെ എത്തിയപ്പോൾ 2 മണിയായി. ഇപ്പോൾ 2 മണി ആയി കഴിഞ്ഞു. ഇനിയിപ്പം ലോഡ് പിക്ക് ചെയ്തു. ഇനിയിപ്പോൾ ഈ പിക്ക് ചെയ്തില്ല, സ്റ്റോക്കിലിട്ട് അവർ ലോഡ് ചെയ്യുന്നേ ഉള്ളൂ. ഇനിയിപ്പം ഈ ലോഡ് കൊണ്ടുപോയി നമ്മൾ മിൽട്ടൺ യാർഡിൽ കൊണ്ടുപോയിടണം. മിൽട്ടൺ യാർഡിൽ കൊണ്ടുപോയിട്ട് കഴിയുമ്പോൾ അറിയാം ഇനിയിപ്പോൾ അടുത്ത എന്താണ് പരിപാടി എന്ന്. ആ മിൽട്ടൺ യാർഡിൽ നിന്ന് തന്നെ എന്തെങ്കിലും ലോഡ് തിരിച്ച് വിൻസറിലോട്ട് കിട്ടിയാൽ മതിയായിരുന്നു. ഇനി അങ്ങോട്ട് വല്ല പിക്ക് ചെയ്യാൻ പോകണമെങ്കിൽ പ്രാന്തായിപ്പോവും. കോപ്പ് എന്തായാലും നമുക്ക് നോക്കാം. ആദ്യം ഒന്ന് കമ്പനി ഒന്ന് വിളിച്ച് നോക്കട്ടെ വേറെ കാര്യം എന്താണെന്ന്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഡോക്കിലിട്ടു. പെട്ടെന്ന് തന്നെ അവർ ലോഡ് ചെയ്തു കേട്ടോ. ഏകദേശം ഒരു 10 പാലറ്റേ ഉള്ളൂ സാധനം. ഞാൻ പേപ്പർ വർക്ക് കിട്ടി. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഹോട്ട് ചോക്ലേറ്റ് ആണ്, ആകെ 10 പാലറ്റേ ഉള്ളൂ. അപ്പോൾ ഇത് US പോകുന്ന ലോഡാണ്. ന്യൂയോർക്കിൽ എവിടെയോ എന്ന് വെച്ചാൽ ന്യൂയോർക്ക് സ്റ്റേറ്റിൽ എവിടെയോ പോകുന്ന ഒരു ലോഡാണ്. അപ്പോൾ നമ്മളോട് ഇത് മിൽട്ടൺ യാർഡിൽ കൊണ്ടുപോയിടാൻ പറഞ്ഞു. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ 1.25 മണിക്കൂർ കണ്ടാണ് ഉള്ളത്. അപ്പോൾ ഇതവിടെ കൊണ്ടുപോയിടണം. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ഓൾറെഡി ഒരു ലോഡ് ട്രെയിലർ കിടപ്പുണ്ട്. അത് എടുത്തുകൊണ്ട് നേരെ തിരിച്ച് വിൻസറിലോട്ട് പോകണം. അതാണിപ്പോൾ നമ്മുടെ പ്ലാൻ. എന്തായാലും നമുക്ക് അടിച്ചുമുട്ട് അങ്ങോട്ട് പോകാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് കുറേ നേരം ട്രാഫിക്കിലൊക്കെ ഇരുന്ന് നമ്മുടെ യാർഡിൻ്റെ മുമ്പിലെത്തി. നമ്മളിപ്പോൾ യാർഡിലോട്ട് കയറാൻ പോവുകയാണ്. ഇനി ഇവിടുന്ന് ട്രെയിലർ ഡ്രോപ്പ് ചെയ്യണം, അടുത്ത ട്രെയിലർ ബുക്ക് ചെയ്യണം, എന്നിട്ട് അടിച്ചുമുട്ടി തിരിച്ച് വിൻസറിലോട്ട്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. എന്തായാലും നമുക്ക് നേരെ സെക്യൂരിറ്റി അല്ല ഇവിടെ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ 5ാമത്തെ ദിവസത്തെ ഓട്ടം എല്ലാം കഴിഞ്ഞ് നമ്മുടെ യാർഡിലെത്തി. നമ്മുടെ
ട്രക്ക് പാർക്കിങ്ങിലിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാരനെ വിളിച്ചിട്ടുണ്ട്, അവനിപ്പോൾ വരും. അപ്പോൾ നമ്മൾ രാവിലെ കുറച്ച് വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല തലവേദനയായിരുന്നു. ആ ടൊറൻറ്റോ ട്രാഫിക്കിലൊക്കെ ആയിട്ട് ഭ്രാന്തായിപ്പോയി. പിന്നെ നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഓടി യാർഡിലെത്തി. അവിടെ ഒരു ട്രെയിലർ ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു ലോഡ് ട്രെയിലർ എടുത്തു. നേരെ തിരിച്ച് വിൻസറിലെത്തി. അപ്പോൾ ഇടയ്ക്ക് ഒരു വലിയൊരു ആക്സിഡൻറ്റ് നടന്നായിരുന്നു. വിൻസർ എത്തുന്നതിന് ഒരു 50 കിലോമീറ്റർ മുമ്പേ. നമ്മുടെ 401 മെയിൻ ഹൈവേ മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്തിട്ട് അവർ അകത്തൂടെ കയറ്റി വിടുമായിരുന്നു. എന്തോ ഒരു ട്രക്കുകൾ തമ്മിൽ കൂട്ടിയിടിക്കും, അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളെ റീറൂട്ട് ചെയ്ത് അകത്തൂടെ കയറ്റി വിട്ടു. നമ്മളൊരു 10 മണിയായപ്പോഴത്തേക്കും വന്നു, എണ്ണയൊക്കെ അടിച്ചു, പേപ്പറൊക്കെ സബ്മിറ്റ് ചെയ്തു, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് ക്ലീനാക്കി നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോവാം. അപ്പോഴത്തേനും നമ്മുടെ കൂട്ടുകാരൻ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ആഴ്ചത്തെ കാര്യങ്ങൾ. അപ്പം അവസാനം വരെ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞാനെപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ കണ്ണൂർ ട്രക്കർ കാനഡ.